ഹായ് ഡിയേഴ്സ്, ഞാൻ ജ്യോതി. വെൽക്കം ടു മിന്നൂസ് ലേണിംഗ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ദ ലാസ്റ്റ് വൺ ഹൈപ്പോതലാമസും കൂടെ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോതലാമസ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന്. ഇറ്റ് ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. എന്നാൽ ഇത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ബിക്കോസ് ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺ. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്നും പറയും. ഇറ്റ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പം ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി ബാക്കിയുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈം കൺട്രോളർ. അതുകൊണ്ട് നമ്മൾ ഹൈപ്പോതലാമസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും. പ്രൈം കൺട്രോളർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് വെറൈറ്റി ഓഫ് ഹോർമോൺസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. അപ്പോൾ അതിൽ ഓക്സിറ്റോസിൻ്റെയും വാസോപ്രസിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റിലീസിങ് ഹോർമോണിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺസ്. അതായത് ആൻറ്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് അതിനെക്കൊണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? റിലീസിങ് ഹോർമോൺ ചെയ്യുന്ന. റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺ. അതായത് റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ട്രോപ്പിക് ഹോർമോണുകളാണ്. ഈ ട്രോപ്പിക് ഹോർമോണുകൾ എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു? ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റിലീസിങ് ഹോർമോണുകളുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഈ റിലീസിങ് ഹോർമോണുകൾ എല്ലാ ട്രോപ്പിക് ഹോർമോണുകളും എല്ലാ ഗ്ലാൻഡിലും പ്രവർത്തിക്കത്തില്ല. ദ ട്രോപ്പിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദി കൺസേൺഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതുമായി ബന്ധപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഈ ട്രോപ്പിക് ഹോർമോണുകൾ പ്രവർത്തിക്കത്തുള്ളൂ. ആൻഡ് സെക്രീറ്റ്സ് ഹോർമോൺ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ തന്നെ TSH, ACTH, GTH എന്നൊക്കെ പറയുന്ന ഹോർമോണുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് റിലീസിങ് ഹോർമോൺ. അപ്പം ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺ. അതായത് ഓരോ ട്രോപ്പിക് ഹോർമോണും ദ ട്രോപ്പിക് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ദി കൺസേൺഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ദി ഹോർമോൺ. അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? പ്രവർത്തിക്കാറുള്ളൂ. ഇനി അടുത്തത് ഇൻഹിബിറ്ററി ഹോർമോൺസ് അല്ലേ? അപ്പം നമുക്ക് വളരെയധികം കൗതുകം തോന്നും. എന്താണ്? ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിങ് ഹോർമോണുകളുടെ ഡ്യൂട്ടി എന്താണ്? മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് റിലീസിങ് ഹോർമോണുകളുടെ ഡ്യൂട്ടി. എന്നാൽ അതേ ഗ്ലാൻഡ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോണുകളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഹിബിറ്റ്സ് ദി പ്രൊഡക്ഷനെ എന്തോ ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു അല്ലേ? വളരെ കൗതുകമാണ്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് തന്നെ, ഒരു അന്തസ്രാവി ഗ്രന്ഥി തന്നെ എന്ത് ചെയ്യുന്നു? രണ്ട് തരത്തിലുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ഇൻഹിബിറ്ററി ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ഇൻഹിബിറ്റ് ചെയ്യാൻ, അതിൻ്റെ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. inhibits the production of hormones secreted by the anterior lobe of the pituitary gland. അപ്പോൾ അതിന് എക്സാമ്പിളാണ്
പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അതായത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അല്ലേ? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണുകളുടെ ഫങ്ഷനാണ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അപ്പം അതായത് കുഞ്ഞുങ്ങളെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞു ബേബി ആയിട്ടിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? അവർ ഫുഡ് കഴിക്കില്ല അല്ലേ? അപ്പോൾ പാല് കുടിച്ചിട്ടാണ് ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു വളർച്ചാഘട്ടം കഴിയുമ്പോൾ, അതായത് അത് ഫുഡ് കഴിച്ചു തുടങ്ങും, ഫുഡ് ഡൈജസ്റ്റ് ആകുന്ന ടൈം വരെ എന്തുണ്ടായിരിക്കത്തുള്ളൂ? മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഹൈപ്പോതലാമസ് എന്തോ ചെയ്യുന്നു? ദാറ്റ് ഇൻഹിബിറ്റ്സ് ദി പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. എന്ത് ചെയ്യുന്നു? മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്തിനു സഹായിക്കുന്നു? ദാറ്റ് ഇൻഹിബിറ്റ്സ് ദി പ്രൊഡക്ഷൻ ഓഫ് പ്രൊലാക്റ്റിൻ. അതുപോലെ തന്നെ നമ്മുടെ വളർച്ചാ ഹോർമോണിലും എന്ത് പ്രവർത്തിക്കാറുണ്ട്? ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. നമ്മളങ്ങ് 100 വയസ്സ് വരെ അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അത്രയും കാലയളവിൽ വളർന്നുകൊണ്ടിരിക്കുന്നില്ല അല്ലേ? നമ്മളൊരു നിശ്ചിത കാലയളവിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് വളർച്ചയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഹോർമോണിനെ ദാറ്റ് ഇൻഹിബിറ്റ്സ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അവിടെ എന്തോ ചെയ്യും? ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആക്ട് ചെയ്യും. അപ്പോൾ എന്തോ ചെയ്യുന്നു? ഒരു ഫിക്സഡ് ടൈം വരെ, അതായത് ഒരു നിശ്ചിത കാലയളവ് വരെ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ വളരത്തുള്ളൂ. അതായത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, സൊമാറ്റോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, സൊമാറ്റോട്രോപ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. അപ്പം അതാണ് ഇൻഹിബിറ്ററി ആക്ഷൻസ് ഓഫ് എന്താണ്? ഹൈപ്പോതലാമസ്. അപ്പം അങ്ങനെ ഇതാ ഹൈപ്പോതലാമസ് നെർവസ് സിസ്റ്റവും എൻഡോക്രൈനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പോതലാമസിന് ഒരു ലിങ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അതെന്താണ്? ആസ് എ പാർട്ട് ഓഫ് ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും നെർവസ് സിസ്റ്റവുമായിട്ടും എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. അത് തന്നെയുമല്ല ഇറ്റ് ഈസ് എ പ്രൈം കൺട്രോളർ. എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന നിയന്ത്രകൻ ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പം ദ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസേഴ്സ് റിലീസിങ് ഹോർമോൺ, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺസിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് എന്താ റിലീസിങ് ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു സ്റ്റാർട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് other hormones, and inhibitory hormones എന്ന് പറഞ്ഞാൽ വിച്ച് സ്റ്റോപ്പ് ദി ഫങ്ഷൻ ഓഫ് ഹോർമോൺസ് അല്ലേ? അപ്പം അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു സമ്മപ്പ് ഓടിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. ഇറ്റ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദർ ബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇറ്റ് പ്രൊഡ്യൂസസ് വെറൈറ്റി ഓഫ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ ആൻഡ് റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്തിനെ സഹായിക്കുന്നു? ദാറ്റ് സ്റ്റിമുലേറ്റ് ദി ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോൺസ്. അത് മാത്രമല്ല ദ ട്രോപ്പിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ദി കൺസേൺഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ദി ഹോർമോൺ. കൺസേൺഡ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? പ്രവർത്തിക്കാറുള്ളൂ. എക്സാമ്പിളാണ് TSH, ACTH, GTH എക്സെട്ര. അതുപോലെ തന്നെ എന്താണ് ഇൻഹിബിറ്ററി ഹോർമോൺസിന് എക്സാമ്പിളാണ് പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഒക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? ഇൻഹിബിറ്ററി ഹോർമോൺസിൻ്റെ എക്സാമ്പിളാണ്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആക്ഷൻ ഓഫ് ഹൈപ്പോതലാമസ് ആസ് എ പ്രൈം കൺട്രോളർ. ഒരു പ്രൈം കൺട്രോളറായിട്ടുള്ള ഹൈപ്പോതലാമസിൻ്റെ ആക്ഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനെ കൊണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ പാഠത്തിൽ നിന്ന് ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. മാക്സിമം എല്ലാ പോയിൻറ്റ്സും നല്ല ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ക്ലാസ്സുകൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.